നമ്മുടെ കണിച്ചാർ മേഖലയിലെ സ്ഥിരാകേന്ദ്രമായ കണിച്ചാർ ടൗണിൽ സ്ഥിതി ചെയ്യുന്ന ഡോക്ടർ പൽപ്പു മെമ്മോറിയൽ യു പി സ്കൂളിൻ്റെ പുതിയ കെട്ടിടത്തിൻ്റെ ശിലാസ്ഥാപനം നാളെ കഴിഞ്ഞ് വെള്ളിയാഴ്ച ഡിസംബർ 20 വൈകുന്നേരം 3 മണിക്ക് ആദരണീയനായ SNDP യോഗത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ തുഷാർ വെള്ളാപ്പള്ളി ശിലാസ്ഥാപനം നടക്കുകയാണ്. അനുബന്ധിച്ച് SNDP യോഗം വൈസ് പ്രസിഡന്റ് ശ്രീ അരയാക്കണ്ടി സന്തോഷ് അധ്യക്ഷത വഹിക്കും. ദേവസ്വം സെക്രട്ടറി അധ്യക്ഷത വഹിക്കും. നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ആന്റണി സെബാസ്റ്റ്യനും ഇരിട്ടി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീ CK സത്യൻ മുഖ്യ അതിഥികൾ ആയിരിക്കും. സ്കൂൾ എന്ന് പറഞ്ഞാൽ 1964 അന്നത്തെ R ശങ്കറാണ് ഇത് LP സ്കൂളായി SNDP യോഗത്തിന് അനുവാദം തന്നത്. SNDP യോഗത്തിന്റെ കണിച്ചാർ ശാഖയ്ക്ക്. പിന്നീട് 1974 ആയപ്പോഴത്തേക്കും ശാഖയ്ക്ക് ആ സ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിക്കൊണ്ട് പോകാൻ പറ്റാത്തപ്പോൾ SNDP യോഗം മാനേജ്മെന്റിന് വിട്ടുകൊടുത്തു. 1989 LP സ്കൂൾ UP സ്കൂളായി അപ്ഗ്രേഡ് ചെയ്തു. അന്നൊക്കെ ഓലക്കെട്ടിടായിരുന്നു. പിന്നീട് അത് ഓട് ആക്കി മാറ്റി 2008 എന്താണ് പുതിയ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള 2008 പുതിയ ക്ലാസ് റൂമുകൾ വന്നു. ഇപ്പോൾ 12 ക്ലാസ് റൂമുകൾ പുതിയ സംവിധാനത്തോടനുബന്ധിച്ച് അവിടെ ശിലാസ്ഥാപനം നടത്തി പണി ആരംഭിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. 3 മണിക്ക് അന്നത്തെ ദിവസം 3 മണിക്ക് ശ്രീ തുഷാർ വെള്ളാപ്പള്ളിയെ ഞങ്ങൾ സ്കൂളിൻ്റെ പരിസരത്ത് വെച്ച് സ്വീകരിച്ച് ആനയിച്ചു കൊണ്ടുവരും. പരിപാടിയിൽ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന പ്രതിഭകൾ, പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം, അതോടൊപ്പം തന്നെ യൂണിയൻ SNDP യോഗം മാനേജ്മെന്റിന്റെ ഒരു സ്കൂൾ എന്ന രീതിയിൽ SNDP ഭാരവാഹികളും ജനപ്രതികളായിരിക്കുന്ന പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീ തോമസ് വടശ്ശേരി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ജോജൻ എടത്താഴെ, അതോടൊപ്പം തന്നെ ശ്രീ KM രാജൻ, KG യശോധരൻ, HMന്റെ ചാർജ് വഹിക്കുന്ന ഏറ്റവും ബഹുമാന്യായ മായ ടീച്ചർ, PTA പ്രസിഡന്റ് ശ്രീ EC ഷിജു, PTA വൈസ് പ്രസിഡന്റ് ശ്രീ ഡോക്ടർ ദിബിന, മദർ PTA പ്രസിഡന്റ് ശ്രീ അമ്പിളി സുരേഷ് അടക്കമുള്ള പൗരപ്രമുഖർ ആ ചടങ്ങിന് ആശംസ അർപ്പിച്ച് സംസാരിക്കും. ശാഖായകം പ്രസിഡന്റ് ശ്രീ TT ശ്രീനിവാസൻ സ്വാഗതവും ടീച്ചർ അതിന് നന്ദിയും അർപ്പിക്കുന്ന പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. 12 ക്ലാസ് റൂമാണ് പുതിയതായിട്ട് ഇപ്പം നിർമ്മിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അതിന് ഏതാണ്ട് 60 ലക്ഷത്തിന് ഓൺലൈനായിട്ട് ടെൻഡർ കൊടുത്തിരിക്കുകയാണ്. ഈ പരിസരത്തുള്ളവർക്കാരൊക്കെയോ ടെൻഡർ കൊടുത്തിട്ടുണ്ട്. അവരത് എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഫസ്റ്റ് ഫ്ലോർ ആണ്. സെക്കൻഡ് ഫ്ലോർ അഡീഷണൽ. പ്രിയമുള്ളവർ, ഈ ഇതിന്റെ ബിൽഡിംഗ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഫ്ലോർ ആദ്യഘട്ടം എന്ന നിലയിൽ 6 ക്ലാസ് റൂമും അതിനോടനുബന്ധിച്ച കാര്യങ്ങളും, അതിനാണ് ഈ 60 ലക്ഷം രൂപ ഇപ്പോൾ എസ്റ്റിമേറ്റ് ഇട്ട് അത് പാസ്സാക്കിയിരിക്കുന്നത്. രണ്ടാം സെക്ഷൻ എന്ന് പറഞ്ഞാൽ അത് തീർന്നതിന് ശേഷമാണ് രണ്ടാം സെക്ഷൻ ആരംഭിക്കുന്നത്. തുടങ്ങി അത് 12 ക്ലാസ് റൂമും അതോടൊപ്പം തന്നെ മേൽക്കൂര അത് മുകളിൽ വീണ്ടും നനയാത്ത രൂപത്തിൽ മറ്റു രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് മേൽക്കൂരടക്കം റെഡിയാക്കി കൊണ്ടുവരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സീലിംഗ് അടക്കം. ഫ്രണ്ടിലുള്ള കെട്ടിടം നമ്മൾ ഇപ്പം നിലവിൽ ഈ എയർപോർട്ട് റോഡുമായിട്ട് ബന്ധപ്പെട്ട് ആ ബിൽഡിങ് ഏതാണ്ട് 2 മീറ്ററോളം ഉള്ളിലേക്ക് കയറിയിട്ടാണ് അതിന്റെ കുറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ബിൽഡിംഗ് അവിടെ പൊളിച്ച് മാറ്റണം. 12 ക്ലാസ് റൂം വരുന്നതോടുകൂടി ഈ ഫ്രണ്ടിലെ മുഴുവൻ ബിൽഡിങ്ങും പഴയ ബിൽഡിംഗ് കംപ്ലീറ്റ് പൊളിച്ചു. നിലവിലെ ക്ലാസ് റൂമിന്റെ പ്രശ്നം ഈ 12 ക്ലാസ് റൂം വരുന്നതോട് തീരും. 79 പുതിയ ആ കെട്ടിടം വന്നിരിക്കുന്നത്. അത് UP സ്കൂൾ ആയതോടുകൂടിയാണത് പണി കഴിഞ്ഞത്. ഈ നാടിനറിയാം, നമ്മുടെ ഈ മലയോര ഗ്രാമത്തിന്റെ ഈ കുടിയേറ്റ മേഖലയുടെ സാംസ്കാരിക ഭൂമികയിൽ വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥാനമാണ് കണിച്ചാർ ഡോക്ടർ പൽപ്പു മെമ്മോറിയൽ സ്കൂളിനുള്ളത്. നമ്മുടെ ഈ നാടിൻ്റെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരു വേദിയായ ആ ഇടത്ത് ഒരു പുതിയ ബിൽഡിംഗ് വരുന്നു, പുതിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതൊക്കെ നാടിനും ഈ മേഖലയ്ക്കും തന്നെ ഒരു ഉണർവുന്ന ഒരു കാര്യമാണ്. അതിനുവേണ്ടി ഈ നാട്ടിലുള്ള എല്ലാവരും തന്നെ ആ വിദ്യാലയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പൂർവ്വ വിദ്യാർത്ഥികൾ അടക്കമുള്ള ഈ നാട്ടിലെ സാമൂഹിക സാംസ്കാരിക മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഇതൊരു വിദ്യാലയമാണ്. അതിൻ്റെ ഉയർച്ചയ്ക്കും ഉന്നമനത്തിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരുടെയും കൂട്ടായ്മ ഒരിക്കൽ കൂടി ആവശ്യപ്പെടുന്നു. ഞങ്ങളുടെ വലിയൊരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോകുന്ന ദിവസമാണ്, ഒരു സുദിനമാണ് ഡിസംബർ 20 വെള്ളിയാഴ്ച. അപ്പോൾ ആ ദിവസം ആ മഹനീയ ചടങ്ങിന് എല്ലാവരും നമ്മുടെ സ്കൂൾ അങ്കണത്തിലെത്തി ഞങ്ങളെ എത്തണമെന്ന് അറിയിക്കുകയാണ്. സന്തോഷം സ്വാഗതം ചെയ്യുന്നു എല്ലാവരും. ഒരുപാട് നാളത്തെ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങൾക്ക് വിരാമം വിട്ടാണ് നമ്മുടെ സ്കൂളിന്റെ ശിലാസ്ഥാപന കർമ്മം
20-ാം തീയതി നടത്തപ്പെടുന്നത്. ആ ഒരു കർമ്മത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു.